കുറച്ച് നാളുകൾക്ക് ശേഷം ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറമ്പിലെ ആദായങ്ങളൊക്കെ കാണാൻ വേണ്ടി ആശാനിങ്ങനെ കൊച്ചുമായിട്ട് ഇറങ്ങിയേക്കുക. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗ് പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ നമ്മുടെ പറമ്പിലെ ചെറിയ ചെറിയ ആദായങ്ങളും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, പോയാലോ? ഒത്തിരി അല്ലെങ്കിലും അത്യാവശ്യം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വാനിലുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതാണ് ആത്തച്ചക്ക. കായായി വരുന്നുണ്ട്, അതോടൊപ്പം വിളയാറായി വരുന്നതും ഉണ്ട്. ഇതാണ്ടേ, ഇത് നമ്മുടെ പറമ്പിലുള്ളത് ഒരു വെറൈറ്റി ഐറ്റമാണ് ബട്ടർ ഫ്രൂട്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാലിനകത്തിട്ട് കൊടുക്കുന്നതും എല്ലാവർക്കും കുടിക്കാൻ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അത് കുടിക്കാൻ. ഇതൊരു വലിയ മരമാണ്. അതിലിങ്ങനെ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന കായാണിപ്പം നിങ്ങൾ കണ്ടത്. കണ്ടോ, ഇത് ഏലം ഈ പ്രാവശ്യം നല്ല വെയിൽ നന്നായിട്ട് അനുഭവിച്ചു കേട്ടോ. കൃഷി ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം കൃഷികളെല്ലാം ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് നന്നായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഇതാണ്ട് ഒരു കൊല നിൽക്കുന്നത് കണ്ടോ, ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇനിയും സമയമെടുക്കും ഇത് വളഞ്ഞു വരാൻ. അങ്ങനെ അപ്പാപ്പിയും മോളും കൂടി ഇങ്ങനെ പറമ്പിൻ്റെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ അവരറിയാതെ ശരിക്കും അവർ മുകളിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഓണാണെന്ന് അറിയുന്നത്. ഞാൻ അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. ഇതാണ്ട് അങ്ങനെ നമ്മൾ അടുത്തൊരു തട്ടിലേക്ക് വന്നിരിക്കുക. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, രാവിലെ തന്നെ അപ്പൻ കാര്യമായ പരിപാടിയിലാണ്. അപ്പനാണെങ്കിലും ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാട്ടോ. ഈ പഴയ മനുഷ്യരുടെയൊക്കെ ഒരു പ്രത്യേകത പുതിയ ആൾക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മളൊരു 2 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അല്ലെ അരമണിക്കൂർ വെറുതെ ഇരിക്കുമ്പോൾ അവരാ അരമണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അതാണ് അവരുടെയൊക്കെ ജീവിതത്തിലെ വിജയവും നമ്മുടെയൊക്കെ ജീവിതത്തിലെ തോൽവിയും. അങ്ങനെ ചേട്ടൻ അതിനിടയ്ക്കൊരു പേരമരം കണ്ടുപിടിച്ചു. ആ പേരയിൽ ഒരു പേരയ്ക്ക് അവൻ കണ്ടു പഴുത്തത്. അത് പറിക്കാനുള്ള പ്രയത്നത്തിലാണ് ആശാൻ. സാധാരണ അവൻ കയറേണ്ടതാണ്, പക്ഷേ ഇപ്രാവശ്യം എന്തോ കയറിയില്ല. അവൻ താഴെ നിന്ന് തന്നെ പറിക്കാൻ ശ്രമിച്ചു. അതാണ് അങ്ങനെ അവൻ ആഗ്രഹിച്ച കാര്യം നടന്നു. ഇതാണ്ടേ, അപ്പം തന്നെ പറിച്ചെടുത്ത് നിന്ന് തന്നെ പറിച്ച് തിന്നുന്നതാണ് അതിൻ്റെ ഒരു സുഖം അല്ലേ. ഞങ്ങളോടൊക്കെ വേണമെന്ന് ചോദിച്ചു കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട. ഇതാണ്ടേ അപ്പൻ്റെ പണിയുണ്ട്. രാവിലെ ഏലത്തിനുള്ള കുഴികളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെയൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ, ഈ വാഴയിൽ കൊലയൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ചുണ്ടിൻ്റെ അറ്റത്ത് അത് വിരിഞ്ഞിട്ട് അതിനകത്ത് തേൻ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ കുടിക്കുന്ന പണ്ടത്തെ കാലത്ത് നമുക്കൊക്കെ അത് ഒരനുഭവമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമുക്കതൊക്കെ വലിയ ഒരു തേനിൻ്റെ അരുവ കേട്ടോ. നമ്മളിങ്ങനെ അതെടുത്ത് അതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ഒരു തൃപ്തിയൊക്കെയാണ്. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്കതൊന്നും അറിയത്തില്ല. അതാണ് പിന്നുള്ളൊരു ഇതാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. നമ്മുടെ ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ ഊതി വിടുമ്പോൾ അതിങ്ങനെ കാറ്റ് പറക്കുന്നതാണ് ഭയങ്കര രസമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് പകരുമ്പോഴല്ലേ അതൊക്കെ ഒരു സന്തോഷം. അവരും അറിയണ്ടേ നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഗെയിമൊക്കെ ആയിരുന്നെന്ന്. പിന്നെ അത്യാവശ്യം തെങ്ങും അങ്ങനെ ഇതെല്ലാം നമുക്ക് വീട്ടിലുപയോഗിക്കാൻ പാകത്തിലുള്ള എല്ലാ കൃഷിയുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം ചേട്ടൻ്റെ ഒരു പഴയകാല ഓർമ്മ പുതുക്കാൻ അവനൊരു മരത്തെ കയറണമെന്ന് പറഞ്ഞു. ആ മരത്തേൽ ചെറിയ മരമാണ് എങ്കിലും അവൻ്റെ ആഗ്രഹമല്ലേ. പണ്ട് വലിയ മരത്തെ കയറിക്കൊണ്ടിരുന്ന ആളാണ് കേട്ടോ. നമ്മുടെ പറമ്പ് ഉള്ള സമയത്തൊക്കെ അതിൻ്റെ കൊപ്പിറക്കാനൊക്കെ ഇവനാണ് മെയിനായിട്ട് വന്ന് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പഠനത്തോടൊപ്പം അവൻ ആ കാര്യത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. ദാണ്ടേ ഒന്നും സമയം കളയാനൊന്നും നിന്നില്ല. ആശാൻ ആ മരത്തെ വലിഞ്ഞ് കയറുക കേട്ടോ. ഓഹോ, അതൊരു സന്തോഷമാണ്. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ വന്നു കഴിയുമ്പോൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി ഒരു തൃപ്തി അല്ലേ, ഒരു സന്തോഷം എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെ അവൻ മരത്തേലൊക്കെ കയറി. അതിനുശേഷം കണ്ടൊരു കാഴ്ച ഇതാണ് കേട്ടോ. 2 പൂമ്പാറ്റകൾ കണ്ടോ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുമാറാതെ ആ കാറ്റിനോടൊത്ത് അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതൊരു പ്രത്യേകതരം കാഴ്ചയായിരുന്നു കേട്ടോ. കണ്ട് രസിക്കാൻ സന്തോഷം തോന്നി. അതിനുശേഷം വീണ്ടും നമ്മൾ പറമ്പിൽ നിന്ന് പുറത്തോട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ആ കായൊക്കെ വീണ്ടും കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നതാണ്.
ഇത് ഇന്നതിന് ഉപയോഗിക്കാം എന്നൊക്കെ ഒന്ന് അവളെ പറഞ്ഞ് പഠിപ്പിച്ച് വേണ്ടേ. ശരിക്കും നമ്മുടെ പറമ്പിലെ ആദായമൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത്ര സന്തോഷമല്ലേ. വിഷമില്ലാതെ മാലിന്യങ്ങളൊന്നും ചേരാതെ നമുക്ക് എന്താ പറയുന്നത് അത്രയ്ക്ക് മധുരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ. ഇതാണ്ടേ ഇത് സ്റ്റാർ ഫ്രൂട്ട്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാം വീട്ടിലുണ്ടാവും. അങ്ങനെ അതും പറിച്ചു. ഇതാണ് നമ്മുടെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അങ്ങ് അവസാനിക്കുക കേട്ടോ. ഇതാണ്ടേ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം കാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ബൈ ബൈ.